നമസ്കാരം. പ്രണവ് പ്രവീൺ വിഷയത്തിൽ നമ്മൾ ഇതിന് മുന്നേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഇഷ്യൂസൊക്കെ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം. ഏകദേശം 44 ലക്ഷം ഫോളോവേഴ്സുള്ള 40 ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സുള്ള വളരെ നല്ലൊരു യൂട്യൂബ് ചാനലാണ്. ഞാൻ ഈ വീഡിയോസ് ചെയ്ത സമയത്തും എൻ്റെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്കറിയാം, അവർ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുള്ളത് അറിയില്ല, ഇനി ഇത് കാണുമെന്നുള്ളത് അറിയില്ല. പക്ഷേ ഒരു കാര്യത്തിൽ പറയുന്നുള്ളൂ, ഞാൻ സാധാരണഗതിയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഇഷ്യൂ എടുക്കുന്ന സമയത്ത് സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പീനിയൻ പറയുന്നു എന്നുള്ളൂ. പക്ഷേ ഈ ഒരു വിഷയത്തിൽ അവരുടെ സബ്സ്ക്രൈബർ എന്നുള്ളൊരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ സ്പെഷ്യലി ഞങ്ങൾ ഫാമിലി ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഒരു യൂട്യൂബ് ചാനലുകൾ കാണുന്ന പോലെയല്ല, ഫാമിലി ആയിട്ടിപ്പോൾ ഞാനൊക്കെ ഓഫീസിൽ നിന്ന് വന്ന് കയറുന്ന സമയം മുതൽ ഇവരുടെ ആ ചലഞ്ചസും അവരുടെ ഫാമിലി സ്ഥിരമായിട്ട് കണ്ട് ആ ഫാമിലിയെ എന്തുകൊണ്ടോ പേഴ്സണലി നമ്മളിപ്പോൾ സാധാരണ ഞാൻ ഇന്ന് ഒരാളോട് സംസാരിച്ച സമയത്തും പറഞ്ഞു, ചേട്ടൻ ഭയങ്കരമായിട്ട് വൈകാരികമായിട്ട് സംസാരിച്ച അവരെക്കുറിച്ച് എന്നുള്ളത് ഞാൻ പേഴ്സണലി സംസാരിച്ച വീഡിയോയിലല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പേഴ്സണലി നമുക്ക് അടുപ്പം തോന്നിയിട്ടുള്ള കുറച്ച് വ്ളോഗേഴ്സിൽ വളരെ ഏതെങ്കിലും മുകളിൽ നിൽക്കുന്നൊരു ഫാമിലിയാണത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ അച്ഛനമ്മയും മക്കളും തമ്മിലുള്ള ആ ഒരു ബോണ്ട് ഞാൻ പറഞ്ഞിരുന്നു. ഞങ്ങൾ പുറത്തന്നെ പറയും, കണ്ണ് തട്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന ഒരു ഫാമിലിയാണ് കേട്ടോ അവർ. പോസിറ്റിവിറ്റി മാത്രമുള്ളവരുടെ കേസ്. ഇവരുടെ ഈ ഇഷ്യൂ വന്ന സമയത്ത് ഇനീഷ്യലി വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് തോന്നുന്നു ആദ്യത്തെ എൻ്റെ വീഡിയോ തന്നെയാണ് വന്നിട്ടുള്ളത്, പിന്നെയാണ് ആൾക്കാർ റിയാക്ട് ചെയ്ത് തോന്നുന്നുണ്ട്. ഞാൻ ആ വീഡിയോയിൽ 2 വിഷയമാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ കേസ്. ഈ 2 കാര്യത്തിലും അവരുടെ എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. ഞാൻ അതിൽ ക്ലിപ്പും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല, കാരണം അവർ തന്നെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ക്ലിപ്പും കാര്യങ്ങളും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റിൻ്റെ പ്രോബ്ലംസ് ഉള്ളത് എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് നമ്മൾ ക്ലിപ്പൊന്നും യൂസ് ചെയ്യുന്നില്ല. പക്ഷേ കാര്യങ്ങൾ പറയാം. 2 കാര്യത്തിലാണ് അവർ എക്സ്പ്ലനേഷൻ തന്നിട്ടുള്ളത്. ഒന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ കേസ്, രണ്ടാമത് ഒരു ഫാമിലി ഇഷ്യൂ. ഓക്കെ, നമ്മളും ഇതേ 2 കേസ് തന്നെയാണ് തുടക്കം തൊട്ടേ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ എന്തുകൊണ്ടാണ് പറയാമെന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽ 2 കേസും പറയാം. ഞാൻ എൻ്റെ വീഡിയോ ഫസ്റ്റ് ചെയ്ത സമയത്ത് അതിൽ ഇവരുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആ വീഡിയോ ഒന്ന് ആസ് എ പ്രേക്ഷകൻ എനിക്ക് മാത്രമല്ല ഒരുപാട് അവരുടെ സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് സാമ്പത്തിക. ശ്രദ്ധിക്കുക, മുഴുവൻ കേൾക്കണം കേട്ടോ. എനിക്ക് ഒരുപാട് തെറികൾ ഇതിനും കേട്ടു. അവരുടെ ഫാൻസാണ്, ഞാനൊരു മോശമായി പറഞ്ഞിട്ടില്ല. ഇത്ര മാത്രമല്ല, അവരുടെ കമൻസ് കേട്ടത് ഞാൻ വായിച്ചു. ഇങ്ങനെയാണ് ആൾക്കാർ പ്രതികരിക്കുന്നത് എന്ന് പറഞ്ഞതിന് കൂടി ഒരുപാട് തെറി കമൻറ്റുകൾ, വളരെ മോശമായിട്ടുള്ള സൈബർ ബുള്ളിങ് കിട്ടിയൊരു വ്യക്തിയാണ്. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ, ഫൈൻ, നോ പ്രോബ്ലം. കാരണം നമ്മളതനുസരിച്ച് അങ്ങനത്തെ ഒരു കോണ്ടൻറ്റാണ് ഇടുന്നത്. അപ്പോൾ ഇവർ ഈ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഇഷ്യൂ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ രാത്രി വാട്ടർ ബ്രേക്ക് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു കുട്ടിയും കൊണ്ട്, ഇപ്പോൾ ഞാൻ 2 കുട്ടികളുടെ അച്ഛനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ ഈ ഇമ്പോർട്ടൻസ് അല്ല എന്തെങ്കിലും പറയുന്നത്, ഇതിൻ്റെ സീരിയസ്നെസ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ രാത്രി വാട്ടർ ബ്രേക്ക് ആയിട്ട് താലൂക്ക് ഹോസ്പിറ്റലിൽ അവർ കൊണ്ടുപോകുന്നു. ഇത് കംപ്ലീറ്റ് വീഡിയോയിൽ അവർ കംപ്ലീറ്റ് വിഷമത്തോടു കൂടി പറയുന്ന സമയത്ത് അവർ ആംബുലൻസ് ഇല്ല, സർക്കാർ ആശുപത്രിയുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ അവർ പറയുന്ന സമയത്ത് ഈ തിരുവനന്തപുരത്ത് SIT എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റൽ മലപ്പുറത്ത് കിടക്കണ എനിക്കറിയില്ല. എനിക്ക് ഒരുപാട് തെറികൾ കേട്ടു. ഞാൻ പറഞ്ഞു ഇത്രയും ഞാൻ പറയുള്ളൂ, ഏതൊരു SIT ഹോസ്പിറ്റലിലേക്കാണ് അവർ കൊണ്ടുപോയതെന്നാണ് അവർ പറയുന്നത് എന്നും പറഞ്ഞിട്ട് കമൻറ്റുകൾ വരുന്നത്. അതിന് ഒരുപാട് SIT എന്താണെന്ന് എനിക്കറിയില്ലെന്ന് ചോദിച്ചു. മലപ്പുറത്ത് മിഷൻ ഹോസ്പിറ്റലിൽ സ്മിത ഡോക്ടർ വളരെ നല്ല ഗൈനക്കോളജിസ്റ്റാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് കിടക്കണ ഈ ആൾക്കാർക്കോ അല്ലെങ്കിൽ പോണ്ടിച്ചേരി എവിടെയും ഇവിടെ കിടക്കണ ആർക്കും ഒന്നും മനസ്സിലാവില്ല. അതേ സിറ്റുവേഷനാണ് എൻ്റെയും കഥ ഉള്ളത്. അല്ലാണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഇവർ കൊണ്ടുപോയത് SIT ഹോസ്പിറ്റൽ ഏതാ, അവിടെ ഗൈനക്കോളജി വിഭാഗം ഇതാണോ അതാണോ ഇതൊന്നും ചെക്ക് ചെയ്യാൻ നമുക്ക്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തില്ല, മേ ബി മൈ മിസ്റ്റേക്ക്, ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. നമ്മൾ അങ്ങനെയല്ല പറഞ്ഞിട്ട് അവർ വീഡിയോയിൽ ഈ ഒരു ഹോസ്പിറ്റലിനെ പറ്റി പറഞ്ഞു, അവിടുത്തെ ഫെസിലിറ്റീസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഒരു കുട്ടികളുടെ അച്ഛൻ എന്നുള്ള കണ്ടീഷനിൽ മാത്രമേ ചിന്തിച്ചുള്ളൂ. ഏതൊരു മനുഷ്യനും അപ്പോൾ എനിക്കൊന്നും ഒരുപാട് കമൻസ് അങ്ങനെ ചിന്തിച്ചുള്ളൂ. സാമ്പത്തികമായിട്ടില്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഫെസിലിറ്റീസ് ഉള്ളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു കൂടെ, അതല്ലാണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക, അങ്ങനത്തെ ഒന്നും ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നമ്മൾ ഇത്ര പറഞ്ഞിട്ടുള്ളൂ, ചെയ്തുകൂടെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരാളുടെ ഫാമിലി ഇഷ്യൂസും അവരവരുടെ പ്രശ്നങ്ങളിലും അവരെക്കാളും കൂടുതൽ വേറൊരാൾക്ക് അഭിപ്രായം പറയാൻ ഉള്ള ഒരു ഇതില്ല. പക്ഷെ എന്നാലും നമ്മളിങ്ങനെ ഒരു റിയാക്ഷൻ ചാനൽ കൊണ്ടുനടക്കുക, ഒപ്പീനിയൻ പറഞ്ഞിട്ട കാര്യം കൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇത്ര പറഞ്ഞുള്ളൂ, കൊണ്ടുപോയിക്കൂടെ എന്ന് അവരുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിനടക്കം നമുക്ക് നല്ലോണം കേട്ടു. പിന്നെ അവരുടെ ഇഷ്ടമാണ് കേട്ടോ, അവരും അവരുടേതായ വൈസ് ഡിസിഷനും കാര്യങ്ങളൊക്കെ എടുത്തു. എന്താണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല രീതിയിൽ പോയി. പക്ഷെ ഞാൻ ആ ഒരു വീഡിയോയിൽ മെയിനായിട്ട് എനിക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള സംഭവം, സീരിയസ്ലി എനിക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് പല ആൾക്കാരും പറഞ്ഞെങ്കിലും എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കേസ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ അല്ലായിരുന്നു. കാരണം വെച്ചാൽ അവരുടെ ഫാമിലി വ്ളോഗ് വളരെ ക്ലിയർ ആയിട്ട് അവരുടെ സബ്സ്ക്രൈബർ എന്നുള്ള കണ്ടീഷനിൽ അവരുടെ ഫാമിലി വ്ളോഗ്സ് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഈ ഫാമിലി വ്ളോഗ് കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് അവർ അറ്റാച്ച്ഡ് ആവും.
ഞാനങ്ങനെ അറ്റാച്ച്ഡ് ആയി എന്നല്ല പറഞ്ഞത്, നമുക്ക് ചുരുങ്ങിയ ചില വ്ളോഗേഴ്സിൽ കാണുന്ന സമയത്ത് അവരുടെ എന്ത് സന്തോഷത്തിനും എന്ത് ട്രിപ്പുകൾക്കും അങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് നടന്നിരുന്ന ഒരു അച്ഛനും അമ്മയും 2 ആൺകുട്ടികളുള്ളൊരു കുടുംബത്തിലേക്ക് ഒരു സ്ത്രീയും വന്ന് കയറിയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന സിറ്റുവേഷനിൽ മൂത്ത മകനൊരു കുട്ടി ഉണ്ടാവുമ്പോൾ അതിലത്തെ മൂത്ത ആൾക്കൊരു ചെറിയൊരു കുഞ്ഞിക്കാലൊരു വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇത്രയും കാലം അവർ കൂടെ ഉണ്ടായിരുന്ന അച്ഛനും അമ്മയും അതിൽ കാണാത്തത് കൊണ്ട് ചെറിയൊരു വിഷമം എനിക്ക് തോന്നി. ഞാൻ അതും പറഞ്ഞില്ല, കമൻറ്റുകളിൽ ആൾക്കാർ ഇത് എഴുതുന്നുണ്ട് എന്തേ അവർക്ക് പറ്റിയത് ആവോ എന്നുള്ള രീതിയിൽ ഇനീഷ്യലി ഞാൻ ആ കംപ്ലീറ്റ് കമൻറ്റ് ബോക്സിൽ ഇതിലെ കംപ്ലീറ്റ് ഗ്രാജുവൽ കാര്യങ്ങൾ നോക്കിയതാണ്. അവരൊരുപാട് സൈബർ ബുള്ളിങ് ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരിക്കും, സ്വാഭാവികമായിട്ടും ഡെഫിനറ്റ്ലി ഉണ്ടാവും. കാരണം ഫാമിലി വ്ളോഗേഴ്സിൻ്റെ തന്നെ കണ്ടീഷൻ അതാണ്. പ്രത്യേകിച്ച് ഇവരുടെ കേസ്, ഇവർക്കൊരു നെഗറ്റീവ്, കാരണം ഇത്ര കാലമായിട്ടും ഞാൻ ഇവരുടെ കേസിൽ ഒരു നെഗറ്റിവിറ്റിയും കണ്ടിട്ടില്ല. എത്രയോ ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മനഃപൂർവ്വമായിട്ട് സംഗതി ഉണ്ടാക്കണമൊക്കെ പറയട്ടെ. പക്ഷെ നമ്മൾ ഒരു കാരണവശാലും അവർ മനഃപൂർവ്വം ചെയ്തു എന്നൊന്നും പറയില്ല, അത് പറഞ്ഞവരുണ്ടായിരിക്കാം. മനഃപൂർവ്വമല്ല, അവർ ഫാമിലിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലായിട്ടുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ഫാമിലികൾ ഒരാൾക്കും ഇല്ല, എല്ലാവരുടെ ഫാമിലിയുണ്ട്. പക്ഷേ ഈ നമ്മുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാനും വൈഫും കൂടി ഇവിടെ താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവളെ കുറച്ച് ദിവസം ഇവിടെ കാണാണ്ടിരുന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ആൾക്കാർ സിമ്പിളായിട്ട് ചോദിക്കും എവിടെ ഇപ്പോൾ അവളെ ഇത് എവിടെ പോയി എന്ന് ചോദിക്കില്ലേ. അതേ കണ്ടീഷനാണ് ഫാമിലി വ്ളോഗേഴ്സ് ഇവരുടെ ഈ കംപ്ലീറ്റ് എക്സ്പോസ് ചെയ്തിട്ടുള്ള വ്ളോഗ്സ് ഇടുമ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ട് ചോദിക്കും. അത് എക്സ്ട്രാ കേസ് മറ്റേ ഇതിലേക്ക് കമൻറ്റ് ഇതിലേക്ക് പോകുന്ന ആൾക്കാരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഡീൽ ചെയ്യേണ്ടതെന്നല്ല. പിന്നെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഒപ്പീനിയൻസ് പറയുന്ന ആൾക്കാരാണെങ്കിലും മോശമായിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ ഒരുപാട് പിന്നെ തംബ്നെയിലും സംഭവങ്ങളും കണ്ടു, അവരൊന്നും മനസ്സിൽ പോലും വിചാരിക്കും, നമുക്ക് തന്നെ തോന്നിയപ്പോൾ എന്താണ് അത് ഇവർ എഴുതിയിരിക്കുന്നത്. അത് അവരൊക്കെ അതിൻ്റെതായ രീതിയിൽ ഡീൽ ചെയ്യണം. പക്ഷേ നമ്മുടെ കേസിൽ ഇത്ര പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും സംഗതികളിൽ വളരെ ക്ലോസ് ആയിട്ട് നിന്നിട്ടുള്ള അവിടെ ആ ഒരു അച്ഛനോ ഒരു അമ്മയ്ക്കായാലും ആഗ്രഹം ഉണ്ടായിരിക്കുക നമ്മുടെ അവരെ മൂത്ത മകൻ്റെ കുട്ടി അവർ വന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ ചങ്ങാതി ഒറ്റയ്ക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ ഈ കുട്ടീനെയും ഈ ഫാമിലിയും കൊണ്ട് കാണിക്കുന്ന സമയത്ത് ഇനി എത്രയൊക്കെ ദേഷ്യം ഉണ്ടെങ്കിലും കൂടി അത് നമുക്ക് കാണുമ്പോൾ അതാണ് ഞങ്ങൾക്ക് ആ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. കാരണം വെച്ചാൽ അത് നമുക്കൊരു വിഷമം തോന്നി പോവും എന്ന് മാത്രം പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറയും കൂടി ചെയ്തു, അവരുടെ കുടുംബ പ്രശ്നവും കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് നമ്മൾ ഒരു നിർബന്ധമില്ല. ദാറ്റ്സ് അപ് ടു ദം. എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കാന്നല്ല. ഇനി പേഴ്സണൽ പ്രശ്നങ്ങൾ എടുത്തിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാവരും റിയാക്ട് ചെയ്യും. വളരെ മോശമായിട്ടും കമൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുടുംബ പ്രശ്നം എടുത്തിട്ട് ചർച്ച ചെയ്യലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതൊന്നും ചെയ്യണമെന്നല്ല. പക്ഷേ ഇത് അവർ ഇന്നലെ പറഞ്ഞു, ഞാൻ എൻ്റെ പഴയ വീഡിയോസ് കണ്ടവർക്കറിയാം, ആ വ്യക്തി ഇവൻ വളരെ മെച്ചുവേർഡായിട്ട് ലിമിറ്റ് വെച്ചിട്ട് എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണം എന്നുള്ള രീതിയിൽ വളരെ മെച്ചുവേർഡായിട്ട് സംസാരിച്ചിട്ട് അവസാനിപ്പിച്ച് പോയി. സീരിയസ്ലി കണ്ടിരുന്ന ഞാൻ 13-ാം മിനിറ്റിൽ ലിറ്ററലി കരഞ്ഞുപോയി. കരഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക് ശരിക്കും വിഷമം ഉൾക്കൊണ്ടു. ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. പിന്നെ അത് മാത്രമല്ല, ഒരു കുട്ടി ഉണ്ടായി ഒരു സംഭവമൊക്കെ ഈ സന്തോഷിക്കേണ്ട സിറ്റുവേഷനിൽ എത്രത്തോളം ഇത്രയും കാലമായിട്ട് സന്തോഷിച്ചു നമുക്ക് തോന്നിയിട്ടില്ല. സന്തോഷിച്ചെന്നുള്ള കുടുംബം വളരെ സങ്കടപ്പെട്ടുള്ള രീതിയിൽ അവർ ആ 13-ാമത്തെ മിനിറ്റ് മുതൽ നിങ്ങൾ ആ വീഡിയോ കാണുകയാണെങ്കിൽ ശരിക്കും സങ്കടം വരും. ആസ് എ സബ്സ്ക്രൈബർ ഞാൻ പറയുന്നു, ഇന്ന് ഈ വിഷയത്തിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുള്ള വ്യക്തികൾ, ഞാൻ സംസാരിച്ച ആൾക്കാരാണെങ്കിലും ഈ ചാനൽ റെഗുലറായിട്ട് കണ്ടിട്ടുള്ളവരല്ല. അതാണ് എൻ്റെ കേസിൽ ഡിഫറൻസ് പറയുന്നത്. എനിക്കിവരെ വളരെ ക്ലിയർ ആയിട്ട് അറിയാം എന്താണ് ഈ ഫാമിലി എന്നുള്ളത്. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിൽ കൂടിയിട്ടോ, അല്ലാണ്ട് അവർ നേരിട്ട് അറിയാമെന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഇതിനുള്ളിൽ കൂടി ആ ഫാമിലി എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞ് ആ ഒരു സെൻസിലാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർ വന്നിട്ട് അവരെന്താണോ പറയേണ്ടിയിരുന്നത്, അതായത് എല്ലാവരുടെ കുടുംബത്തിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കും, അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലും ഇഷ്യൂ ഉണ്ടായി, തൽക്കാലം ഞങ്ങളില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക മാത്രമേ നമ്മളും പറഞ്ഞിട്ടുള്ളൂ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ, ഒരുപാട് ഹെയ്റ്റ് കമൻറ്റ്സ് വരുന്ന സാധനം കംപ്ലീറ്റ് പോസിറ്റീവായിട്ട് ഒരുപാട് മാറി. പിന്നെയും ഹെയ്റ്റ് പറയുന്നവർ പോട്ടെ, ഹെയ്റ്റായിട്ട് മാറി. ഇനി അവർക്ക് സൈബർ ബുള്ളിങ് ആവും. ഈ അച്ഛനും അമ്മയ്ക്കും പിന്നെ ആ ചെക്കനും അവിടെ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൽ എന്തൊക്കെ ഡാൻസൊക്കെ ഉണ്ട്. ആ ചെക്കനാണെന്നുണ്ടെങ്കിലും കൊച്ചു എന്ന് പറയുന്നതാണെങ്കിലും അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ലൊന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടും അതില്ലാതിരിക്കില്ല, അതൊക്കെ നേരെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. പക്ഷേ അറ്റ്ലീസ്റ്റ് ഈ പ്രവീൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പയ്യൻ, കാരണം സത്യമായ ഒരു പാവം 2 കുട്ടികളാണ്, 2 പാവം പയ്യന്മാരാണ്. രണ്ടും അതേ കേട്ടോ. ഇനി എന്താ അവർക്കിടയിലുള്ള പ്രശ്നമോ കാര്യങ്ങളൊന്നുമല്ല. അച്ഛനും അമ്മയൊക്കെ പാവമായിട്ട് നമുക്ക് ഇതൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളൂ. പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കും. പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും ഒരു കുട്ടി വന്ന്, ഞാൻ അങ്ങനെയൊക്കെ കണ്ടു ആൾക്കാർ, ഒരു കുട്ടി വന്ന് കയറിയപ്പോൾ ആ കുട്ടിയുടെ അതുകൊണ്ടാണ് പിന്നെ അവർക്ക് അടിച്ച് പിരിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ അതൊക്കെ എന്താ പറയുക, അതൊക്കെ അങ്ങനത്തെയും വികൃതമായിട്ട് മനസ്സുള്ള ആൾക്കാർ ഒരുപാട് ഉള്ളവരുണ്ട്. അത് വേറെ കഥ. അപ്പോൾ ഈ ഒരു സംഗതി മാത്രം, അതായത് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ട്, ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ട്, അത് തീരും എന്നൊക്കെ പറഞ്ഞിട്ട് അത്ര അവസരം. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് അവൻ പറഞ്ഞത് ഭയങ്കര വിഷമമായി പോയി, മനസ്സിൽ ശരിക്കും വിഷമമായി പോയി. കാരണം വെച്ചാൽ ആ ഒരു സിറ്റുവേഷനിൽ അവരിനി പുതിയ വാടക വീട് എന്താ പറയുക, ഇത് എല്ലാവരും കുടുംബത്തിന് സംഭവിക്കുമ്പോൾ നമുക്ക് അത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ അല്ല, അവരുടെ കാര്യങ്ങളൊക്കെ കണ്ട ആൾക്കാരിൽ കണ്ണ് തട്ടരുതേ എന്ന് വിചാരിച്ച് കാണുന്ന ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ വാടക വീട് ഞങ്ങൾ എന്നും അന്വേഷിച്ച് നടക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ഒരു സുഖമായിട്ട് തോന്നുന്നില്ല. അവരെ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്ന് എത്രയും പെട്ടെന്ന് വരട്ടെ എന്നുള്ളത് ആസ് എ സബ്സ്ക്രൈബർ ഞാനും പിന്നെ അതിനടിയിൽ വന്നിട്ടുള്ള ഇത്രയധികം അവരെ വെൽ വിഷേഴ്സ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സും ഡെഫിനറ്റ്ലി ആലോചിക്കുന്നുള്ളൂ എന്ന് 100% ഷുവറാണ്.
അത് മാത്രമേ ഒരുവിധം എല്ലാവരും ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ ഏതായാലും ഈ വിഷയം ഇവിടെ തീർക്കുകയാണ്. ഇനിയിപ്പോൾ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇനി അറ്റ്ലീസ്റ്റ് എന്താ പറയുക നമ്മളെ ഭാഗത്തുനിന്ന് ഇത് ഞാൻ ഈ വീഡിയോ ഞാൻ ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്താ വെച്ചാൽ നമ്മളത് കുറച്ച് ഒരുപാട് പേര് എനിക്ക് ഈ കമൻസിലൂടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ ഇവരുടെയൊക്കെ കണക്ഷൻ നമ്മൾ വീഡിയോസ് ചെയ്തുകൊണ്ട് എൻ്റെ ആ വീഡിയോ ഏകദേശം 1.5 ലക്ഷം വ്യൂസൊക്കെ കിട്ടിയതുകൊണ്ട് ആൾക്കാർ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കമൻറ്റ് ചെയ്തു, ചേട്ടാ ഈ വീഡിയോ ചെയ്ത് അവസാനിപ്പിക്കണം, ചേട്ടൻ അറ്റ്ലീസ്റ്റ് ഇതൊന്ന് പറഞ്ഞ് നിർത്തണം, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നിർത്തണം എന്നുള്ള ഒരുപാട് കമൻസ് നമുക്ക് വന്നതുകൊണ്ടും മെസ്സേജും ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലൊക്കെ വന്നതുകൊണ്ട് ഒറ്റ കാര്യം കൊണ്ട് മാത്രം നമ്മുടെ ഒരു എക്സ്പ്ലനേഷൻ അല്ല, നമ്മുടെ ഒരു ചെറിയൊരു അഭിപ്രായം മാത്രം പറയുന്നത്. അവരെ കുടുംബത്തിൻ്റെ അഭിപ്രായം പറയില്ല. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഇത് കൊണ്ടുവന്ന് ഇടുന്നത് കൊണ്ടാണ് ഒരു തരത്തിലും ആ കുടുംബത്തിനെ തെറ്റായിട്ടോ മോശമായിട്ടുള്ള രീതിയിലോ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മളെ വീഡിയോ കൊണ്ട് അവർക്ക് എന്തെങ്കിലും വിഷമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രീംലി സോറി. ഇത്രയേ ഉള്ളൂ സംഗതി. ഇതിങ്ങനെയാണ് സോഷ്യൽ മീഡിയ, ഇങ്ങനെയാണ് ലോകം, ഇങ്ങനെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ എങ്ങനെയാണ് അതിലേക്ക് ഈ സംഗതികൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഒരു യൂട്യൂബ് ആയതുകൊണ്ട് ഫേസ്ബുക്കൊക്കെ ആണെങ്കിൽ എന്താവും നിൻ്റെ അവസ്ഥ എന്നുള്ളത് പിടുത്തമുട്ട സംഗതിയായിരിക്കും. കാരണം ഫേസ്ബുക്ക് വേറൊരു ലോകമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അവസാനിപ്പിക്കണമെന്ന് തോന്നി. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ അവസാനത്തെ വീഡിയോ ആയിരിക്കും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. പിന്നെ ഇത്രയേ ഉള്ളൂ 2 കാര്യം. ഒന്ന്, ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ കേസ് നമുക്കറിയില്ല. ഒന്ന്, പിന്നെ നമ്മൾ ചിന്തിക്കില്ലേ സാമ്പത്തികമായിട്ടുള്ള ഏതൊരു മനുഷ്യനും സ്വാഭാവികമായിട്ട് സംസാരിക്കില്ലേ. ഞാൻ അങ്ങനെ ചിന്തിച്ചുള്ളൂ. മേ ബി എൻ്റെ തെറ്റതായിരിക്കാം. ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അത് പറയല്ല, സൗകര്യങ്ങളൊക്കെ ഇല്ല എന്ന് അവൻ തന്നെ പറയുമ്പോഴല്ലോ ഈ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അറ്റ്ലീസ്റ്റ് ആ പെൺകുട്ടിയുടെ കൂടെ ആ ചെക്കന് നിൽക്കരുത്. പ്രസവിക്കുന്ന സമയത്ത് ഈ പുറത്ത് പല്ലും തേച്ച് പുറത്ത് വായും വിളിച്ച് നിൽക്കേണ്ട, വായും വിളിച്ചെന്ന സെൻസ് നമ്മുടെ സംസാര രീതി അങ്ങനെ കേട്ടോ, അതെല്ലാം പറഞ്ഞാൽ പുറത്ത് നിന്ന് നിൽക്കേണ്ട സിറ്റുവേഷൻ ആ ഭാര്യയുടെ കൂടെ നമ്മൾ അതല്ലേ ഒരു പെൺകുട്ടി ആഗ്രഹിക്കുന്നത്. ആ കുട്ടിക്ക് ആഗ്രഹം ഉണ്ടായിരിക്കില്ലേ. ഒരുപാട് സ്ത്രീകളും അങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വൈഫിനാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് പ്രസവ സമയത്തും കൂടി ഹസ്ബൻഡ് കൂടെ നിൽക്കുന്ന സമയത്ത് അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ട് എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് തന്നെ അങ്ങനെ ആയിക്കൂടായിരുന്നില്ലേ എന്ന് ചോദിക്കില്ലേ. ആ ഒരു ചോദ്യം മാത്രമേ വളരെ വിനീതമായിട്ട് നമ്മൾ ആ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, ഒന്നത്. പിന്നെ രണ്ടാമത്, കുടുംബങ്ങളാകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും, എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങളൊക്കെ. കാരണം എന്താ വെച്ചാൽ ഈ മൊമെൻറ്റ് ഇനി കിട്ടില്ല എന്നുള്ള സെൻസ് ശരിയാണ്, കിട്ടില്ല. ആ കുട്ടറായിരുന്നു ഇനിയിപ്പോൾ അവന് രണ്ടാമത്തെ കുട്ടി ഉണ്ടാകുമ്പോൾ, കൊച്ചിന് രണ്ടാമത്തെ കുട്ടി ഉണ്ടാകുമ്പോൾ, ഒരു കുട്ടി ഉണ്ടാകുമ്പോഴൊക്കെ അത് സംഭവം മൊമെൻറ്റ് കിട്ടുമായിരിക്കും. പക്ഷേ അവരുടെ ലൈഫിൽ കുടുംബത്തിലേക്ക് ഒരുപാട് കഴിഞ്ഞിട്ട് ഒരു കുട്ടി, ഒരു കുഞ്ഞിക്കാല വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ഉണ്ടായിട്ടുള്ള നഷ്ടപ്പെട്ടിട്ടുള്ള ഈ ഒരു സംഗതി ഒരു കാരണവശാലും കഴിഞ്ഞത് കിട്ടില്ല. അത് ഡെഫിനറ്റ്ലി ഷുവറാണ്. ഇനിയിപ്പോൾ ആ കുട്ടിയുടെ 28 ഒരു നാട്ടിൽ എന്തൊക്കെ ചടങ്ങും കാര്യങ്ങളൊക്കെ അറിയില്ല, 28 പരിപാടിയും കാര്യങ്ങളൊക്കെ വരുമല്ലോ. ഈ സംഗതികളൊന്നും മിസ്സാക്കി കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് ആ അച്ഛനോടും അമ്മയോടും ആ അനിയനോടും കൂടി ഒന്ന് പറയുന്നു. ആരുടെ ഭാഗത്ത് തെറ്റുന്നല്ല, മൃദുലയുടെ ഭാഗത്ത് ഇവിടുത്തെ ഒന്നും അറിയില്ല. പക്ഷേ ആ അച്ഛനോടും അമ്മയോടൊന്നും പറയാൻ നമ്മൾ ആരുമല്ല. പക്ഷെ എന്നാലും ഈ ഒരു വീഡിയോ കാണുമെങ്കിൽ, മുഴുവൻ ദൂരെ കണ്ടിരുന്നെങ്കിൽ ഇത്രമാത്രം പറയുന്നു, മൊമെൻറ്റ്സ് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അത് നമ്മളൊന്നും അവർ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും കഴിയുന്നതും പെട്ടെന്ന് ശരിയായി കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ കഥയല്ലേ. ഇത്ര തന്നെയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.